വേണ്ട. എൻ്റെ ഫസ്റ്റത്തെ ഒരു പാകിസ്ഥാനിൻ്റെ കഥ പറയും. എൻ്റെ ജീവിതത്തിലുണ്ടായ എനിക്കൊരു വ്യൂവേഴ്സ് കുറച്ചു. ഓൾറെഡി ഒന്ന് വ്യൂവേഴ്സ് കൂട്ടട്ടെ. ആരും എന്നോട് ഒന്നും മിണ്ടരുത്, പറയരുത്. ഞാൻ വ്യൂവേഴ്സ് കൂട്ടാനുള്ള ശ്രമമാണ്. ഹലോ, വ്യൂവേഴ്സ് പാടത്തിലെ കൂട്ടാനുള്ള മടി. ഹലോ, ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ട് ഒരു പാകിസ്ഥാനിൻ്റെ കഥ കേട്ടോ. അതായത് ഞാൻ സത്വേ കഥ പറയുമ്പോൾ പുലിങ്ങണ്ടേ. അതായത് ഒരു പാകിസ്ഥാനി, ഞാൻ സത്വയിൽ വെച്ചിട്ടുണ്ടായ സംഭവം ആദ്യമായിട്ട് ദുബായിൽ വന്നപ്പോൾ കേട്ടോ. എൻ്റെ ജീവിതത്തിൽ അതാണ് ഏറ്റവും വലിയൊരു അനുഭവം. ഒരു പാകിസ്ഥാനി സ്ഥിരമായിട്ട് ഞാൻ ബുർജിമാനിൽ നിന്ന് എപ്പോഴും ഒരു ടാക്സിക്കാരൻ എപ്പോഴും ഞാൻ പരിചയപ്പെട്ടു. അതിനെ ബുർജിമാനിൽ എപ്പോഴും സത്വയ്ക്ക് കൊണ്ടുപോയാക്കും, ഇറക്കി വിടും ഒക്കെ ചെയ്യുകയും. അങ്ങനെ പുള്ളി എന്നോട് ദിവസം പറഞ്ഞു, നിങ്ങൾ എൻ്റെ സ്ഥിരം കസ്റ്റമർ ആവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ രാവിലെ ഒരു 8:30-9 മണിക്കും സത്വയ്ക്ക് വന്നതിന് ബുർജിമാനിൽ ഇറക്കി വിടുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഓക്കെ നിങ്ങൾ എൻ്റെ സ്ഥിരം കസ്റ്റമർ ആയിരിക്കണോ. ഞാൻ അങ്ങേരുടെ പുതിയ നല്ല കസ്റ്റമറായിരുന്നു. അങ്ങനെ ഞാൻ അയാൾക്ക് നമ്പറൊക്കെ കൊടുത്തു. അങ്ങനെ അയാൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ടാപ്പ് ചെയ്യുക. അതെ, കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ടാപ്പ് അടിക്കേണ്ടതാണ്. ഓക്കെ, എന്നിട്ട് കഥ ഇഷ്ടപ്പെട്ടവർക്ക് ഒരു 100 ഹാർട്ടും അടിക്കാം. മനസ്സിലായോ? എന്നിട്ട് എൻ്റെ ചേച്ചി, ഞാൻ ഈ പാകിസ്ഥാനി എല്ലാ ദിവസവും കുളിച്ചും കൊണ്ട്, അപ്പം എല്ലാ ദിവസവും ഞാൻ അയാളുടെ കൂടെ പോകുമ്പം അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ. അപ്പം എന്നോട് ചോദിച്ചു, എന്താ ജോലി എന്നൊക്കെ ചോദിച്ചു ആ പാകിസ്ഥാനി. ഞാൻ പറഞ്ഞു, എനിക്ക് മസാജ് സെൻ്ററിലാണ് ജോലി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ലേഡീസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, മസാജ് സെൻ്ററിൽ ലേഡീസൊക്കെ ഉണ്ട്. അപ്പം എത്രയാണ് 1 അവറിന് എത്രയാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് കാര്യം. എന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ എന്നോട് പറയും, ഫ്രണ്ടിലിരിക്കുന്നൊക്കെ പറയാം. ഞാൻ ഫ്രണ്ടിലൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ ഇന്നാളുടെ കൂടെ പോണേ ലച്ചി. ആദ്യമൊക്കെ ഞാൻ പിന്നെ വിട്ടു. ആദ്യം പോയ സമയത്തൊക്കെ പുള്ളിയുടെ സാധനത്തിൽ ഇങ്ങനെ മാത്രം ഇങ്ങനെ തൊട്ടുമൂടെ ഇരിക്കും. തൊട്ടിട്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും ഓരോ മസാജിനെ കുറിച്ച്. പുള്ളിയുടെ കയ്യിൽ ഇതാണെങ്കിലും പുള്ളിയുടെ മുട്ട പണിയുമ്പോൾ പുള്ളി ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക. തുമ്പത്തൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് അത് ഞാനൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. പുള്ളി എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പുള്ളി താഴോട്ട് കാലിങ്ങനെ ഇറക്കി വയ്ക്കുമ്പോൾ കുറച്ച് ഡൗണാവും. എന്നിട്ട് ഇങ്ങനെ അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സാധനം ഇങ്ങനെ കമ്പിയായിട്ട് ഇങ്ങനെ നല്ല സ്റ്റഡിയായിട്ട് നിൽക്കുന്ന വെച്ച്. എന്നിട്ട് അയാൾ സിബൂരിട്ട് എന്നെ കാണിക്കാനുള്ള സാമാനം. ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്. എനിക്ക് കണ്ടിട്ട് അറപ്പാ തോന്നുന്നത്. പക്ഷെ നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ. ഒന്ന് പിടിച്ചാൽ കൊള്ളായിരുന്നുണ്ടായിരുന്നു. പക്ഷെ ടാക്സി ഞങ്ങളുടെ ഓരോ ടാപ്പും കഥയുടെ ഗതി മാറ്റുകയാണ് ഗുയിസ്. അതൊക്കെ സത്യം. എന്നിട്ട് ചേച്ചി എന്താ പറയണേ, ഞാൻ ആളുടെ സാധനം കണ്ടപ്പോൾ ഞാൻ ഞെട്ടി ചേച്ചി. അത്ര വലിയ സ്ഥലത്ത് അയാളത് വെളിയിലേക്ക് ഇങ്ങനെ സിപ്പ് ഊരിയിട്ട് സാധനം ഇങ്ങനെ കിടക്കുക നല്ല സ്റ്റഡി ആയിട്ട്. എന്നിട്ട് സാധനം ആ പുള്ളി എന്താക്കുക, അത് വെളിയിലേക്ക് എടുത്തിട്ട്. ഇത്രയും പേടിക്കുന്നത് ബുർജിമാനായ കിട്ടിയാൽ മതിയായിരുന്നു. എൻ്റെ അപ്പു സാധനം പൊളിച്ചിട്ട് നല്ല വണ്ണുണ്ട്, നല്ല നീളമുള്ള സാധനം. പിടിച്ചാൽ കൊള്ളായിരുന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പിടിക്കാൻ കിട്ടിയില്ല. പകരം ഒരു മിനിറ്റ്. ഹലോ, യെസ്, ചേട്ടൻ ബുർജിമാൻ എക്സിറ്റ് 4 വന്നിട്ട് വിളിച്ചത് ഞാൻ പറഞ്ഞുതരാം. എക്സിറ്റ് 4 എന്നിട്ട് ഞാനത് അപ്പോഴേക്കും ഇങ്ങനെ വലിയ ഇതൊക്കെ ആയിട്ട് പുള്ളി ഇങ്ങനെ, അതും ടാക്സിയിലാന്ന് വിചാരിക്കണം കേട്ടാ. ടാക്സിയിൽ പുറത്തേക്ക് എടുത്തിട്ടിട്ട് പുള്ളി അതിങ്ങനെ തലോടിക്കൊണ്ടിരിക്കുക പുള്ളി തന്നെ. പിന്നെ ഞാനെന്താ, എനിക്ക് പിന്നെ ഇങ്ങനെ സൂയിക്കാനും ഭയങ്കര ഇഷ്ടമാണോ. ഇടയിൽ കൂടെ കണ്ടിട്ട് ഇങ്ങനെ നോക്കും. അപ്പോഴേക്കും ബുർജിമാനായി. എന്നിട്ട് അങ്ങനെ തിരിച്ച് നൈറ്റും അങ്ങനെ തന്നെയായിരുന്നു.
നൈറ്റ് വന്നപ്പോൾ ഒരു ദിവസം ഞാൻ അങ്ങ് കയറി പിടിച്ചു. ഞാൻ എന്താക്കാൻ പറ്റുമോ ചേച്ചി? കണ്ട് 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 എൻ്റെ കൺട്രോൾ ഫുള്ളും പോയി. ഗുയ്സ്, സത്യം, സീരിയസ്ലി. ആടോ ഫ്ലവറെ, ഇങ്ങനെ നുണ പറയണം? എല്ലാ ദിവസവും കാണിച്ച് കാണിച്ച് പിന്നെ പിടിക്കാൻ നമുക്ക് മൂടാവത്തില്ലേ? എത്ര വട്ടം അയാളുടെ വണ്ടിയിൽ ഞാൻ പോകുമെന്നറിയോ? വണ്ടി പോയി 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 എനിക്കുണ്ടായിരുന്നൊരു പൂതി. ഓ, ഒന്നും ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, അവിടെ സാമാനത്തിൽ ഒന്ന് പിടിക്കാന്ന് ചോദിച്ചു. ഞാൻ കയറി പിടിച്ചു. ഒറ്റപ്പിടുത്തം പിടിച്ചു. കണ്ട് കണ്ട് കൺട്രോൾ പോയി. എത്ര ദിവസം എന്ന് വെച്ചാൽ ഞാനൊരു പെണ്ണല്ലേ. എനിക്കാണെങ്കിൽ സെക്സിൽ നിർത്താതെ അടിക്കണം. പിടിന്ന് വെള്ളം പോകുന്നതൊന്നും എനിക്കിഷ്ടമല്ല സെക്സ് കാര്യത്തിൽ. സമയം ടൈമിങ് ഒരുത്തിന് മാക്സിമം എങ്ങനെ പോലും ഒരു അരമുക്കാൽ മണിക്കൂറുള്ള കപ്പാസിറ്റി വേണം. ഇല്ലെങ്കിൽ പിന്നെ അവ സെക്സ് ചെയ്യാൻ നിൽക്കരുത്. അത് കറക്റ്റ്. പക്ഷെ ഇങ്ങർക്ക് പോകില്ല കേട്ടോ. ഇങ്ങൾക്ക് ഭയങ്കര ടൈമിങ് കൊടുത്തു. ഞാൻ കണ്ടതാണെന്നേ. ഞാനത് ഒരിക്കലും ഒരു ടാക്സി പാകിസ്ഥാനിയുടെ സോറിയോ അമ്മേ എടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് ഇപ്പോൾ ലൈവ് ഓക്കെ ആയില്ലേ? അതെന്തോ പറ്റിയായിരുന്നു, അത് മലപ്പുറം ഇതായി പോയതാണ്. പാകിസ്ഥാനിന്റെ കഥ എന്താ ഞാൻ പറഞ്ഞു. ലാസ്റ്റ് ഞാൻ കയറി പിടിച്ചു. എനിക്ക് കണ്ടിട്ട് കൺട്രോൾ പോയടോ. ഞാൻ പിടിച്ചു വണ്ടിയിലിരുന്ന് തന്നെ. വണ്ടിയിൽ പിടിച്ച് ബാലരമയാണോ അല്ലടാ കഥ പറയാം. വണ്ടിയിലിരുന്നു. ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് പതുക്കെ വണ്ടിയിൽ ഇങ്ങനെ തലോടി കൊടുത്തു. പുള്ളിക്കാരനൊരു സുഖം, എനിക്കൊരു ഫീലിങ്സ്. അതായത് അത് കഴിഞ്ഞു. പിന്നെ അവന് ഭയങ്കര ടൈമിങ്ങാ, പോകില്ല. എനിക്ക് സീരിയസ് ആയിട്ട് പറയണേ, എനിക്ക് വെക്കുന്ന 5 മിനിറ്റ് കൊണ്ട് പോകുന്ന ആണുങ്ങൾ എനിക്ക് വേണ്ടേ? ഇതിലാർക്കൊക്കെ കപ്പാസിറ്റി ഉണ്ട് വേഗം പറയുമോ? എന്നിട്ട് വേണം ഞാൻ ഫോളോ ബാക്ക് ചെയ്യാൻ. പ്ലീസ് ക്വീസ്, ഇതിൽ എത്ര ആണുങ്ങൾക്ക് ഒരു അരമണിക്കൂറോളം കപ്പാസിറ്റി ഉണ്ട്? ഒന്ന് പറയുമോ? പവർ എത്ര ആൾക്കാർക്കുണ്ട്? എത്ര ആണുങ്ങൾക്ക് ഇതിൽ നല്ല പവർ ഉണ്ടെന്നൊന്ന് പറയൂ. എനിക്ക് 5 മണിക്കൂറുണ്ട്. എനിക്ക് ഫൈസൽക്ക ഉണ്ടോ 5? ഫൈസൽക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പറയില്ലല്ലോ. ഒരു കൂടുതൽ 5 മിനിറ്റ് പോലും ഉണ്ടാവില്ല. ഫൈസൽക്കൊക്കെ ഉണ്ട്, പവർ ഉണ്ട്. പവർ മാത്രം ഉണ്ടായിട്ട് എന്താ കാര്യം? നോക്കിയിട്ടില്ല, ഗിരിയായിട്ടും നോക്കിയിട്ടില്ല എന്ന്. ഗിരിക്ക് എന്ത് ഇതുവരെ ഗിരി ഒന്നും സ്വന്തമായിട്ട് പോലും ട്രൈ ചെയ്തിട്ടില്ല. ഗിരി അപ്പം അറിയില്ലേ? സ്വന്തമായിട്ട് ഗിരി ട്രൈ ചെയ്തിട്ട് ഗിരിക്ക് അറിയത്തില്ല പവർ ഉണ്ടോ ഇല്ലെന്ന്. സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് പറ എത്ര മണിക്കൂറുണ്ടെന്ന്. ഞാൻ പോകണം സിംഗിൾ ആ കാര്യത്തിലല്ല. എനിക്ക് അരമണിക്കൂറുണ്ട്, മാക്സിമം 45 മിനിറ്റ്. ഇപ്പം എല്ലാ ആളുകളും എഴുതി വിടും. എടോ, നിങ്ങൾക്ക് പറയാൻ നാണക്കേടാന്ന് എനിക്കറിയാം. വെറും ഒരു 5 മിനിറ്റ് പോലും ടൈമിങ് ഉണ്ടാവില്ല. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒന്നും തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് 13 മിനിറ്റ് ഐശി അത്രയുള്ളോ? ആഹാ, ഗിരിക്ക് 13 മിനിറ്റ് ഉള്ളെന്ന്. അയ്യേ എനിക്ക് വേണ്ട.